ശമ്പളം കിട്ടാൻ സർക്കാർ ജീവനക്കാർക്ക് തെരുവിൽ ഇറങ്ങേണ്ടി വന്ന ഗതികേടും ഒടുവിൽ കേരളം കണ്ടു. ഈ കപ്പൽ ആടി ഉലയുകയാണ്. 3 ദിവസമായി കൊടുക്കാതിരുന്ന ശമ്പളം ഇന്നു മുതൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ട്രഷറിയിൽ നിന്ന് ശമ്പളവും നിക്ഷേപവും ഒക്കെ പിൻവലിക്കുന്നതിന് നിയന്ത്രണമുണ്ട്. അപ്പോൾ ഞാൻ ചിരിച്ചു. അത് അല്ല, നിങ്ങൾ ചിരിക്കുക ചെയ്യാതെ എനിക്കറിയാം. പരമാവധി എടുക്കാൻ കഴിയുക 50,000 കേന്ദ്രം തരാനുള്ളത് തരാത്തത് കൊണ്ടാണ് ഇങ്ങനെയെന്ന് ധനമന്ത്രി വിശദീകരിക്കുന്നു. ഒരു മാറ്റവും ഇല്ലല്ലോ. ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം. ഉള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. 2001-2002 കാലയളവിൽ ആന്റണി സർക്കാർ ഭരിക്കുന്ന കാലത്ത് കേരളം സ്തംഭിപ്പിച്ചുകൊണ്ട് സർക്കാർ ജീവനക്കാരുടെ സമരം നടന്നത്. അന്ന് നിങ്ങളുടെ CPIM-ന്റെ വലിയ പിന്തുണ ഈ സമരം ചെയ്യുന്ന ആളുകൾക്കുണ്ടായിരുന്നു. ആ ഒരു ഇക്കോസിസ്റ്റത്തിന്റെ പിന്തുണയിലാണ് ആ വലിയ സമരം നടന്നത്. പക്ഷെ ഞാൻ പുറത്തുണ്ടാവും. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഒരു പ്രസംഗമുണ്ട്. ശമ്പളം കിട്ടിയാൽ തന്നെ വലിയ കാര്യം, ശമ്പളം തന്നെ കിട്ടുമോന്ന് ഉറപ്പില്ല, അപ്പോഴാണ് ഇനി DA കിട്ടാൻ പോകുന്നത്. ഞാൻ താങ്കളുടെ വാട്സപ്പിലേക്ക് 2022 ജനുവരി മാസം 16 ഒരു സർക്കാർ ഉത്തരവ് അയച്ചിട്ടുണ്ട്. ആണോ? ഭയങ്കര. അന്ന് UDF ആണ് ഭരിക്കുന്നത്. AK ആന്റണിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? അന്ന് എന്ത് വലിയ സമരം കേരളത്തിൽ നടന്നു. സർക്കാർ ജീവനക്കാർ മാത്രമല്ല, ഞാൻ അന്ന് ഓർക്കുന്നുണ്ട്, സർക്കാർ ജീവനക്കാരുടെ മക്കൾ തെരുവിലിറങ്ങി പ്ലക്കാർഡ് പിടിച്ച് സമരം ചെയ്തിട്ടുണ്ട്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ബാനറും പ്ലക്കാർഡും ഒക്കെ പിടിച്ച് സർക്കാർ ജീവനക്കാരുടെ കുട്ടികൾ പോലും അന്ന് സമരം ചെയ്തിട്ടുണ്ട്. അന്ന് സമരം കൊണ്ട് കേരളത്തെ വിറപ്പിച്ച ആളുകളാണ് നിങ്ങൾ. അപ്പൊ പണ്ട് നിങ്ങൾ പറഞ്ഞു ഇതിനെതിരെ പ്രതിഷേധിക്കണമെന്ന്. അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം. അന്ന് അവര് ഭരിച്ചു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അന്ന് സമരം കൊണ്ട് കേരളത്തെ വിറപ്പിച്ച ആളുകളാണ് നിങ്ങൾ. മിസ്റ്റർ അഭിലാഷ്, ഞാൻ അതിലേക്കാണ് വരുന്നത്. താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി. കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയില്ല, ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നാണല്ലോ ധനകാര്യമന്ത്രി സംസാരിച്ചത്. അയാൾക്ക് ഒരു ദിവസം രാത്രി എന്തെല്ലോ തോന്നുന്നു, അതൊക്കെ വിളിച്ചു പറയാ എന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. അതിന് ഞാനല്ല പറയേണ്ടത്. കേന്ദ്രം എത്ര വരിഞ്ഞു മുറിക്കിയാലും കേരളത്തിലെ പിണറായി സർക്കാർ ഇവിടെ ശമ്പളം കൊടുക്കും, പെൻഷൻ കൊടുക്കും, അതിനുള്ള ആർജവമുണ്ടെന്നല്ലേ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തൊരു കഷ്ടകാലം. എന്റെ കയ്യില് പൈസ ഇല്ല. നാട്ടിലെ CPM-കാർ മാത്രമാണ് സത്യം പറയുന്നത്. ഇതാണ് സാലറി. അത് ട്രഷറിയിൽ വരും, പക്ഷെ ആർക്കും എടുക്കാൻ പറ്റില്ല. അങ്ങനെ എന്തെല്ലാം കാണാൻ കിടക്കുന്നു. നമ്മൾ പണിയെടുത്തതിന്റെ കൂലിയെ അത് എങ്ങനെ എടുക്കണമെന്ന്, എങ്ങനെ ചെലവഴിക്കണമെന്ന് സർക്കാർ തീരുമാനിക്കുമെന്ന്. പാടത്ത് ജോലി, വരമ്പത്ത് കൂലി, അതാ സാത്താൻ്റെ ഒരു ലൈൻ. സൂക്ഷിച്ച് ചെലവാക്കണം. സാങ്കേതിക പിഴവ് മൂലം ഈ ശമ്പളം മുടങ്ങുന്നത്, സാങ്കേതിക പിഴവ്. മന്ത്രിമാരുടെ ശമ്പളം മുടങ്ങിയിട്ടുണ്ടോ അഭിലാഷേ? അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ ഗ്ലീറ്റസ് ചാകണം. ഏറ്റവും ജനാധിപത്യ ബോധമുള്ളത് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ കയറി മുള്ളുന്ന മരപ്പട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴും ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ടും സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഒരു വലിയ വിഭാഗം ഈ സർക്കാരിനെ പിന്തുണച്ച് സംസാരിക്കുന്നില്ലേ? തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? മറിയക്കുട്ടി ഇടുക്കിയിൽ ചട്ടിയുമായിട്ട് ഇറങ്ങി റോട്ടിൽ സമരം ചെയ്തപ്പോൾ ആക്ഷേപിച്ച ആളുകൾ ഇന്നിപ്പോ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്കും കൂടി ആ ചട്ടി കൊടുക്കുന്ന സാഹചര്യം വന്നു. എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ. ക്ഷേമ പെൻഷൻ പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടമാണെന്ന് അവകാശപ്പെട്ട ആളുകളാ. എവിടെയെങ്കിലും ഇവർ പറഞ്ഞിട്ടുണ്ടോ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ പണം തന്നിട്ടാണെന്ന്? അപ്പോഴാണ് മരപ്പട്ടി മുള്ളുന്നത് കൊണ്ട് ക്ലിഫ് ഹൗസിൽ മോടി പിടിപ്പിക്കണമെന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നത്. നാണമാവില്ലേ?